ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മതിയടി, ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോവാൻ ഇത്ര നീ ഒരുങ്ങിയാ മതി. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അർജുൻ സാറിന് എന്തേലും ഒരു കുറവ് ഫീൽ ചെയ്താ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന എല്ലാം വെറുതെ ആവും. അതുകൊണ്ട് പോകുന്ന വഴിയിൽ പാർലറിൽ ഒന്ന് കേറണം. ഒന്ന് മിനിങ്ങേട്ടെ സാറിനെ കാണാൻ പോകൂ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ കുളിപ്പിച്ച് പിള്ളയില്ലാത്ത അവസ്ഥ കാണുന്നുണ്ട്. കൂടുതൽ ഇറുക്കി പിടിച്ചാലും കൈവിട്ട് പോകുന്ന സാധനമാ ഈ പ്രേമെന്ന് പറയുന്നത്. മോൾ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം. നീ എത്ര ആളുകളെ പ്രേമിച്ചിട്ടുണ്ട്? 3. 3. എന്നിട്ട് അതിലെത്ര പേര് ഇപ്പൊ നിന്റെ കൂടെ ഉണ്ട്? ഒരാളുണ്ട്. മറ്റേ 2 ഞാനായിട്ട് ഒഴിവാക്കി. ഒരേ സമയം 3 പേരെ പ്രേമിക്കുക. ബോറടി തോന്നുമ്പോ അതില് 2 പേരെ ഒഴിവാക്കാം. ഇത് കഥ അതല്ല. വർഷങ്ങൾ കാത്തിരുന്ന് ഞാൻ സ്വന്തമാക്കിയതാ അർജുൻ സാറിന്. ഇപ്പൊ നിന്നോട് സംസാരിക്കുന്ന ഈ ഒരു നിമിഷം വരെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാ എല്ലാം നടന്നിട്ടുള്ളത്. ഇനിയും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കും. എന്റെ ഒരു നോട്ടത്തിൽ പോലും ഒരാപാകതയുണ്ടാവരുത്. അത്രയും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നീ ഓർത്തോക്ക് ഞാൻ എത്രമാത്രം അർജുൻ സാറിൽ അഡിക്റ്റഡ് ആണെന്ന്. അഡിക്റ്റ് ആയത് അർജുൻ സാറിലോ അതോ അങ്ങേരുടെ സ്വത്തിലോ? നിന്റെ ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പട്ടിണി കിടന്നിട്ടുണ്ടോ നീ? അതായത് രാത്രി ആഹാരമില്ലാതെ കിടന്നിട്ടുണ്ടോന്ന്. എന്നുവെച്ചാ നീ ഇപ്പൊ ചെയ്യുന്ന ഡയറ്റ് ഒന്നും അല്ല. ഈ വിശപ്പുണ്ടായിട്ടും ഒരു വറ്റ ആഹാരമില്ലാതെ വിശന്ന് മയങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോന്ന്. അതെത്ര പറഞ്ഞാലും നിനക്കൊട്ടും മനസ്സിലാവില്ല. ആ അവസ്ഥയിലും ജീവിച്ചിട്ടുണ്ട് നിന്റെ ഈ കൂട്ടുകാരി. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോ അവസ്ഥകളെ ഓർത്ത് തളർന്ന് കരയുമ്പോ ഒരേ ഒരു ലക്ഷ്യമേ മനസ്സിലുണ്ടാവൂ: പണം ഉണ്ടാക്കുക. എന്റെ സ്വപ്നത്തിനനുസരിച്ച് പണം ഉണ്ടാക്കാൻ എന്റെ ഈ ആയുസ് മതിയാവാതെ വരും. എത്തേണ്ട സ്ഥാനം അങ്ങ് ദൂരെ ആവുമ്പോ നമ്മൾ ചെയ്യുന്ന തന്നെ ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ടാണ് എനിക്ക് അർജുൻ സർ. ഇതിപ്പോ എനിക്ക് ഇരട്ടി ലാഭാം. പ്രേമിച്ച ആളെയും കിട്ടും, കോടീശ്വരിയും ആവാം. നമ്മൾ പിടിക്കുമ്പോ മിനിമം ഒരു പുളിങ്കൊമ്പെങ്കിലും പിടിക്കണം, ഇല്ലെങ്കിൽ വീണ് നട്ടലൊടിയും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എവിടെ ഐശ്വര്യ ഞാൻ പറഞ്ഞതൊക്കെ അവളുടെ അമ്മയുമായിട്ട് സംസാരിച്ച് കാണും. ആ രാജമുദ്രയുള്ള അവളുടെ ആ മോതിരം വഴി എനിക്ക് ആ മണിമാലയിലേക്ക് എത്തണം.